നമസ്കാരം. സമാധാന കരാർ ഉണ്ടാക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക, 5 ദിവസത്തേക്ക് യുദ്ധത്തിന് ഇടവേള പറയുക, എന്നിട്ട് അങ്ങോട്ട് ഇടയിലേക്ക് കയറി ആക്രമിക്കുക. കഴിഞ്ഞ ദിവസം US-ഉം ഇസ്രായേലും ഇറാനോട് ചെയ്ത ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഇറാനും തിരിച്ചടിക്ക് തയ്യാറായിരുന്നു. ഏറ്റവും ഒടുവിൽ സമാധാന കരാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊഴുക്കുകയാണ്. അതിനിടയിൽ US-നും ഇസ്രായേലിനും കനത്ത തിരിച്ചടികൾ ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഇസ്രായേൽ നഗരങ്ങളും US സൈനിക ആസ്ഥാനങ്ങളും ആക്രമിച്ചതായി ഇറാൻ പറഞ്ഞു. ഇസ്രായേലിലെ സാറ്റലൈറ്റ് കേന്ദ്രങ്ങളും ജോർദാനിലെ അൽ അസ്രാഖ് വ്യോമതാവളം, ബഹ്റൈനിലെ ഷെയ്ഖ് ഈസ താവളം, കുവൈത്തിലെ അലി അൽ സലീം, ആരിഫ് ജാൻ എന്നിവയടക്കം പശ്ചിമേഷ്യയിലെ US യുദ്ധത്താവളങ്ങളും ആക്രമിച്ചു. ഹൈഫ, ഡിമോണ തുടങ്ങിയ നഗരങ്ങളിലടക്കം ഇസ്രായേലിലെ 70ഓളം സ്ഥലങ്ങളിൽ ആക്രമണം നടത്തി. ചബഹാറിന് മുകളിൽ US-ന്റെ F-18 വിമാനം ആക്രമിക്കുകയും ചെയ്തു എന്ന് ഇറാൻ അവകാശപ്പെട്ടു. F-18 ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇറാൻ മാധ്യമമായ പ്രസ് TV പുറത്തുവിടുകയും ചെയ്തു. അതിനിടെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ടെല്ലവീവിലെ ആസ്ഥാനം ആക്രമിച്ചെന്ന് ഹിസ്ബുള്ളയും അവകാശപ്പെട്ടു. ഇറാൻ തകർന്നു, പരാജയപ്പെട്ടു, നേതൃത്വമില്ല, ഇനി ഭരണകൂടത്തെ നമ്മൾ തീരുമാനിക്കും എന്നും പറഞ്ഞു നടന്ന നെതന്യാഹുവിനെ കാണാനേ ഇല്ല. ട്രംപാണെങ്കിൽ എങ്ങനെയെങ്കിലും സമാധാന കരാർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് പരക്കം പായുകയാണ്. സമാധാന കരാറിലെങ്കിലും നമ്മൾക്ക് ജയിക്കണം എന്നതാണ് ട്രംപിൻ്റെ ഒടുവിലത്തെ ആഗ്രഹം. എന്നാൽ അവിടെയും ഇറാൻ സമ്മതിക്കില്ല എന്ന നിലപാട് എടുത്തു കഴിഞ്ഞു. ഇറാനെ മുറിവേൽപ്പിച്ചതിന് പരിഹാരമാണ് ആദ്യം ആവശ്യം എന്ന നിലപാട് അവർ പ്രഖ്യാപിച്ചു. ട്രംപിൻ്റെ 15-ഇന കരാർ, ഇറാൻ്റെ തിരിച്ചുള്ള 5-ഇന കരാർ, ഇതാണിപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. സമാധാന കരാറുമായി ബന്ധപ്പെട്ട ഈ സാഹചര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഇസ്രായേലുമായി ചേർന്ന് ഫെബ്രുവരി 28-ന് അമേരിക്ക ആരംഭിച്ച യുദ്ധം തുടങ്ങിയ അമേരിക്ക തന്നെ 1 മാസം പൂർത്തിയാകാറായപ്പോൾ മടുത്ത് നിർത്താൻ പോകുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. 5 ദിവസത്തെ ഇടവേളയും നൽകി. ഒരു രാജ്യത്തലവനെയും ഉന്നത നേതൃത്വത്തെയും കൊന്നു തള്ളിയതിന് ശേഷം ഇനി ഞാൻ സമാധാനത്തിൻ്റെ ദൂതൻ എന്ന് പ്രഖ്യാപിച്ച് ഇറാനോട് 5 ദിവസത്തിൻ്റെ യുദ്ധ ഇടവേള പ്രഖ്യാപിച്ച ട്രംപ് പിന്നാലെ സമാധാനത്തിനായി 15-ഇന പദ്ധതിയും ട്രംപ് മുന്നോട്ട് വെച്ചു. 15 പോയിന്റുകളിലെ പ്രധാന പോയിന്റുകൾ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം അതിൻ്റെ തുടർ ചർച്ചകളും നോക്കാം. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ചുള്ള 15 പോയിന്റുകളാണ്. എല്ലാം കൃത്യമായി പുറത്തു വന്നിട്ടില്ല. 1. ഇറാനിൻ്റെ ആണവ പരിപാടി പൂർണ്ണമായി നിർത്തൽ. ഇറാനിലെ എല്ലാ ആണവ സൈറ്റുകളും പൂർണ്ണമായി നശിപ്പിക്കുക അല്ലെങ്കിൽ നിയന്ത്രണത്തിലാക്കുക. യുറേനിയൻ സമ്പുഷ്ടീകരണം പൂർണ്ണമായി അവസാനിപ്പിക്കുക. നിലവിലുള്ള യുറേനിയൻ സ്റ്റോക്കുകൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുകയോ 3.67% എന്ന ലെവലിലേക്ക് ഡൗൺ ബ്ലെൻഡ് ചെയ്യുകയോ വേണം. മിസൈൽ പ്രോഗ്രാമിന് നിയന്ത്രണം വേണം. ബാലിസ്റ്റിക് മിസൈൽ പരിപാടി അവസാനിപ്പിക്കുക. പ്രോക്സി ഗ്രൂപ്പുകളുമായുള്ള ബന്ധം അവസാനിപ്പിക്കുക. ഹിസ്ബുള്ള, ഹൂതികൾ, ഇറാഖിലെ സായുധ ഗ്രൂപ്പുകൾ തുടങ്ങി പ്രോക്സി സംഘടനകളുമായുള്ള പിന്തുണ ഇറാൻ നിർത്തണം. സമാധാനത്തിന് പകരമായി ഉപരോധം പൂർണ്ണമായി ഒഴിവാക്കുക. ഇറാനെതിരെയുള്ള എല്ലാ സാമ്പത്തിക ഉപരോധങ്ങളും ഒഴിവാക്കുക. എത്രയോ കാലമായി ഇറാനെതിരെ ഉപരോധം തുടരുകയാണ് അമേരിക്കയും യൂറോപ്യൻ രാഷ്ട്രങ്ങളും. അത് നിർത്തലാക്കുക. മറ്റ് പ്രധാന നിബന്ധനകൾ ഇവയാണ്: യുദ്ധവിരാമം ഉടൻ നടപ്പാക്കുക, ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുക, ഹോർമൂസ് കടൽപ്പാത തുറന്നു നൽകുക. എന്നാൽ ഇത്രയും നിർദ്ദേശങ്ങൾ, ഇതടക്കമുള്ള 15 ഇന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ ഇറാൻ എന്താണ് പ്രതികരിച്ചത്? ഇറാൻ അപ്രതീക്ഷിതമായി ട്രംപിനെ തള്ളി US-നെയും ഇസ്രായേലിനെയും ഞെട്ടിച്ചു. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേൽ കടന്നു കയറി യുദ്ധനൃത്തം നടത്തിയിട്ട് ഒറ്റയ്ക്കങ്ങ് നിർത്തിപ്പോയാലോ, ഞങ്ങൾ പറയുന്നത് കേട്ടിട്ട് പോകണം എന്ന്, ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കും എന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഇറാൻ്റെ നിലപാട്. ട്രംപിൻ്റെ 15 ഇന പദ്ധതി തള്ളിക്കളഞ്ഞ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ 5 ഇന നിബന്ധന അങ്ങോട്ട് വെച്ചു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ്റെ പരമാധികാരം അംഗീകരിക്കുക എന്നതടക്കമുള്ള 5 നിബന്ധനകൾ, അതാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. US ഈ നിബന്ധനകൾ അംഗീകരിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാം എന്നും ഇറാൻ അറിയിച്ചു. ഇറാൻ്റെ ഔദ്യോഗിക മാധ്യമമായ പ്രസ് TV റിപ്പോർട്ട് ചെയ്തതാണ് ഈ വിശദാംശങ്ങൾ. ഇറാൻ്റെ 5 നിർദ്ദേശങ്ങൾ അവ ഇത്രയുമാണ്. 1. ഹോർമൂസ് കടലിടുക്കിന്മേൽ ഇറാൻ്റെ പരമാധികാരം അംഗീകരിക്കുക. ഹോർമൂസിനെ ചൊല്ലിയാണ് ഇത്രയും കാലം അമേരിക്ക അതിൻ്റെ ആധിപത്യം സ്ഥാപിച്ചെടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഒക്കെ പരാജയപ്പെട്ടു. എല്ലാ വിധത്തിലുമുള്ള വ്യോമ ആക്രമണങ്ങൾ, സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ മട്ടിലുള്ള ആക്രമണങ്ങളും നടത്തി. ഇസ്രായേലും 18 പണിയും നോക്കി. പക്ഷേ ഹോർമൂസിൽ ഇപ്പോഴും ഇറാൻ്റെ ആധിപത്യം നിലനിൽക്കുകയാണ്. പക്ഷേ അതേസമയം ഈ US-ൻ്റെയും ഇസ്രായേലിൻ്റെയും ഭീഷണിയും നിൽക്കുന്നുണ്ട്. അവരിതുവരെ അംഗീകരിച്ചിട്ടില്ല. ഹോർമൂസ് ഞാനും ഇറാനും കൂടി, അയത്തുള്ളയും കൂടി നിയന്ത്രിക്കുന്ന ഒരു കാലം വരും എന്നാണ് ട്രംപിൻ്റെ അവസാനത്തെ സ്വപ്നം.
എന്നാൽ അവിടെ ഇറാൻ്റെ പരമാധികാരം നിലവിലെ നേരത്തെ ഉള്ളതുപോലെ അംഗീകരിക്കണം എന്നാണ് ഇറാൻ്റെ ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തേത് ആക്രമണവും കൊലപാതകങ്ങളും അവസാനിപ്പിക്കുക എന്നതാണ്. സ്വാഭാവികമായി ഓരോ മനുഷ്യനും ആവശ്യപ്പെടുന്ന ചിന്തിക്കുന്ന കാര്യം. നമുക്ക് ഈ യുദ്ധത്തിൻ്റെ സ്വഭാവം നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഇറാന് നേരെ നടത്തിയ ആക്രമണങ്ങളിലാണ് നേരത്തെ പല റിപ്പോർട്ടുകളിലായി പല നിലയിലാണെങ്കിലും ഏകദേശം 3200ഓളം മരണങ്ങൾ, കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും 95% ഇറാൻ പൗരരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിനൊപ്പം ഇറാൻ്റെ പരമാധികാരി അടക്കം കൊല്ലപ്പെട്ടു. അത്ര സാഹചര്യം. ഇറാൻ്റെ തിരിച്ചാക്രമണത്തിൽ വളരെ ചുരുക്കം ആളുകളാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലിലൊക്കെ പരിക്ക് പറ്റിയവരാണ് കൂടുതലും ഉള്ളത്. പിന്നെ പലതും ഈ വിമാനം വെടിവെച്ചിടുമ്പോഴൊക്കെ തകരുന്നതിന് ഇടയിലാണ്. യുദ്ധത്തിൻ്റെ യഥാർത്ഥത്തിൽ യുദ്ധമെന്ന് വിളിക്കാൻ പോലുമുള്ള സ്വഭാവം ഇല്ല ഈ കാര്യത്തിന്. ഇതിന് ഇറാന് മേലെ ഏകപക്ഷീയമായ ആക്രമണം, അതിനെ അതിജീവിക്കാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ ഇറാൻ നടത്തുന്ന പ്രതിരോധ ശ്രമങ്ങൾ, തിരിച്ചടികൾ എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. അവിടെ ഈ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് ഇറാൻ്റെ ആവശ്യം. മൂന്നാമത്തേത്, ഇറാന് നേരെ ഇനി ആക്രമണം ഉണ്ടാകില്ല എന്ന് വ്യക്തമായ ഉറപ്പ് നൽകുക. ഇറാൻ്റെ സ്വാഭാവികമായ നിർദ്ദേശമാണിത്. കാരണം ഇറാനുമായിട്ട് ഈ യുറേനിയം സമ്പുഷ്ടീകരണവും ആണവ പരിപാടിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുകയായിരുന്നു. ആ ചർച്ചകൾക്കിടയിലാണ് അപ്രതീക്ഷിതമായി നെതന്യാഹുവും ഇസ്രായേലും ആക്രമണം ആരംഭിച്ചത്. ഇതിപ്പോഴല്ല, നേരത്തെയും ഇതേ മട്ടിലാണ് ആക്രമണം ആരംഭിച്ചത്. അങ്ങനെ ഇറാന് നേരെ ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ അധികാരത്തിന് മേൽ അവർ അതിക്രമം നടത്തുകയാണ് ചെയ്തത്. അതും ചർച്ച നടക്കുന്നു. ആ ചർച്ചയുടെ സമയത്ത് ചതിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് നടത്തിയത്. അതുകൊണ്ട് ഇനി വ്യക്തമായ ഉറപ്പ് നൽകാതെ, ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകാതെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അങ്ങനെ നിർത്തിപ്പോകുമ്പോഴും ആക്രമണം തുടരും. അങ്ങനെയാണ് ട്രംപിൻ്റെ ഒടുവിലത്തെ 5 ദിവസത്തെ ഇടവേള പ്രഖ്യാപിച്ച് ഇന്നലെയാണ് നമ്മൾ കണ്ടത് വലിയ ആക്രമണം ഇസ്രായേലും US-ഉം നടത്തുന്നത്. നാലാമത്തേത്, യുദ്ധം മൂലം ഇറാനുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക. അത് ഇസ്രായേലിൻ്റെയും US-ൻ്റെയും ഉത്തരവാദിത്തമാണ്. ഏകപക്ഷീയമായി ആരംഭിച്ച യുദ്ധം, അങ്ങനെ നടത്തിയ ആക്രമണങ്ങൾ, അവിടെ ഇറാൻ്റെ ഇച്ഛാശക്തി കൊണ്ട് കീഴടങ്ങാതെ മുന്നോട്ട് പോയതുകൊണ്ട് ഇന്ന് ഇറാൻ ഇങ്ങനെ പറയാനുള്ള ശബ്ദം അവർക്ക് ശേഷിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ പ്രതിരോധ ശക്തി അവർ പ്രകടിപ്പിച്ചതുകൊണ്ട് ശേഷിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് ഇറാന് ഇസ്രായേലിനോടും US-നോടും ഇതുപോലെ ബാർഗെയിൻ ചെയ്യാൻ പറ്റും. ഞങ്ങളെ തകർത്ത ഇടങ്ങളിൽ നഷ്ടപരിഹാരം വേണം എന്ന്. അഞ്ചാമത്തേത്, ഇറാന് നേരെയും പശ്ചിമേഷ്യയിലുടനീളവുമുള്ള പ്രതിരോധ സംഘങ്ങൾക്ക് നേരെയുള്ള യുദ്ധം അവസാനിപ്പിക്കുക. ഇറാനോട് കൂറുള്ള സായുധ സംഘങ്ങൾക്കെതിരെ ഉള്ള യുദ്ധം. അത് നേരത്തെ പറഞ്ഞതുപോലെ അതൊരു തരത്തിലും ഇറാൻ്റെ ഈ നിർദ്ദേശം US-ഉം ഇസ്രായേലും അംഗീകരിക്കാൻ സാധ്യതയില്ലാത്തതാണ്. എന്നാൽ US-ൻ്റെ 15 പദ്ധതി ഒറ്റയടിക്ക് തള്ളിക്കളഞ്ഞിട്ടില്ല എന്നും അവലോകനം ചെയ്യുകയാണ് എന്നും റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതികൾ ഇപ്പോഴും ചർച്ചയിലാണ്. അത് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറാൻ എന്നാണ്. ഇറാൻ്റെ ഔദ്യോഗിക മറുപടിക്ക് കാക്കുകയാണ് US. ഇതേസമയം പദ്ധതി നിർദ്ദേശം അവർക്ക് കൈമാറിയതായി പാകിസ്ഥാനും അറിയിച്ചു. അപ്പോൾ ചർച്ച നടന്നോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്ത് ട്രംപിൻ്റെ 15 നിർദ്ദേശം ഇറാൻ്റെ കയ്യിലെത്തി. അപ്പോൾ അതിൻ്റെ കൗണ്ടറായിട്ടാണ് അവർ 5 നിർദ്ദേശം വെച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. US ഇറാൻ ചർച്ച ഇസ്ലാമാബാദിൽ നടക്കും എന്നും ഈ ആഴ്ച അവസാനത്തോടെ അതുണ്ടായേക്കുമെന്നും പാകിസ്ഥാനാണ് ആദ്യം വെളിപ്പെടുത്തിയത്. ഇതേ കാര്യം ആണവോർജ്ജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസിയും ബുധനാഴ്ച പങ്കുവച്ചിരുന്നു. ഈ വിവരങ്ങൾ പുറത്തു വന്ന ശേഷമാണ് US പദ്ധതി ഇറാൻ തള്ളി എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എന്നാൽ പ്രതിരോധം തുടരുക എന്നതാണ് നിലവിൽ ഞങ്ങളുടെ പദ്ധതി എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞു. ചർച്ചകൾ ഞങ്ങളുടെ മുന്നിൽ ഇപ്പോഴില്ല. ഇതുവരെ ഒരു തരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടില്ല. ഇപ്പോൾ ഒത്തുതീർപ്പ് ചർച്ചകളെക്കുറിച്ച് സംസാരിക്കുന്നത് തോൽവിക്ക് തുല്യമാണ് എന്നും അരാക്ചി പറഞ്ഞു. ട്രംപിൻ്റെ സമാധാന കരാറിനെ പരിഹസിച്ച് ഇറാൻ സൈന്യം രംഗത്തെത്തി. US-ഉമായി കരാറിലെത്താൻ ഇറാനിൽ ഒരാൾ പോലും ആഗ്രഹിക്കുന്നില്ല എന്ന് ഇറാന്റെ സംയുക്ത സേനാ കമാൻഡ് വക്താവ് ഇബ്രാഹിം സൊൽഫഖാരി പറഞ്ഞു. ആഭ്യന്തര സംഘർഷങ്ങൾ നിങ്ങളുമായി തന്നെ ചർച്ച ചെയ്യുന്ന അവസ്ഥയിൽ എത്തിയോ എന്നാണ് US ചർച്ച നടത്തി എന്ന ട്രംപിൻ്റെ പ്രസ്താവനയെ പരിഹസിച്ച് സൊൽഫഖാരി പറഞ്ഞത്. ഇറാന്റെ ആദ്യത്തെയും അവസാനത്തെയും വാക്ക് ആദ്യ ദിനം മുതൽ ഒന്ന് തന്നെയാണ് എന്നും ഇപ്പോഴല്ല ഒരിക്കലും കരാറുണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. US-ഉമായി ആണവ ചർച്ച നടത്തുന്നതിനിടെയാണ് ട്രംപ് ഇറാനെ ആക്രമിച്ചത്. അത് നയതന്ത്ര ചതിയായിരുന്നു. ഇനി അത്തരം ചർച്ചകൾ നിരർത്ഥകമാണ് എന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഖായിയും പറഞ്ഞു. ഇതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേതൃത്വം നൽകുന്ന ഇസ്രായേലിൻ്റെ 3-അംഗ സുരക്ഷാ മന്ത്രിസഭയ്ക്ക് 15 പദ്ധതിയുടെ ഉള്ളടക്കം മുൻകൂറായി ചോർന്നു കിട്ടിയിരുന്നുവെന്ന് മന്ത്രിസഭാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു. നെതന്യാഹുവുമായി ആലോചിച്ചാണ് തീരുമാനങ്ങൾ ട്രംപ് കൈക്കൊണ്ടത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സ്വാഭാവികമായും അങ്ങനെ ആയിരിക്കും. ഒരു യുദ്ധ കുറ്റവാളിക്കൊപ്പം ചേർന്ന് ആരംഭിച്ച യുദ്ധക്കുറ്റം അത് നിർത്തണമെങ്കിൽ അങ്ങേരോടുകൂടി ചോദിക്കണമല്ലോ. അത്രയേ ഉള്ളൂ ട്രംപ് ചെയ്തത്. ഇറാൻ യുദ്ധം അപ്രതീക്ഷിതമായ സാഹചര്യത്തിലേക്ക് ട്രംപിനെയും നെതന്യാഹുവിനെയും എത്തിച്ചു എന്നതാണ് വസ്തുത. US-ൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി. ഇസ്രായേലിലാണെങ്കിൽ നെതന്യാഹു യുദ്ധം
ഒഴിഞ്ഞാൽ അപ്പോൾ അധികാരം നഷ്ടപ്പെടുന്ന സ്ഥിതിയിലുമാണ്. കുറേ കാലം ഗാസയ്ക്കെതിരായ ചോരക്കളിയുടെ പേരിൽ തൻ്റെ സ്ഥാനം നീട്ടിയെടുത്തു. അത് കഴിഞ്ഞപ്പോൾ നെതന്യാഹുവിന് എതിരായി ഇസ്രായേൽ വിചാരണയും നടപടികളും കൈക്കൊള്ളാൻ ഉള്ള നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഇറാൻ യുദ്ധം നടപ്പായി. അതോടെ നെതന്യാഹു തൽക്കാലത്തേക്ക് വീണ്ടും തടി കഴിച്ചിലാക്കി. അടിയന്തരാവസ്ഥ, നാട്ടിലെ അനിവാര്യ സാഹചര്യം, രാജ്യസ്നേഹം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോയി. നാട്ടുകാരെ കൊന്ന് സ്വന്തം കസേര സംരക്ഷിക്കുന്ന പരിപാടിയാണ് നടപ്പാക്കപ്പെടുന്നത്. ഒടുവിൽ ഇറാൻ യുദ്ധത്തിൽ സമാധാന കരാർ എന്ന ചർച്ച വന്നപ്പോൾ തന്നെ ഇസ്രായേൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടി. രാജ്യവ്യാപകമായ അടിയന്തരാവസ്ഥ 28-നാണ് പ്രഖ്യാപിച്ചത്. ഇറാൻ ആക്രമണത്തെ തുടർന്ന് ഏറ്റവും ഒടുവിൽ ഏപ്രിൽ 14 വരെ നീട്ടാനുള്ള സർക്കാരിൻ്റെ അഭ്യർത്ഥന വിദേശകാര്യ പ്രതിരോധ കമ്മിറ്റി അംഗീകരിച്ചു. ഇറാന്റെ മിസൈൽ ആക്രമണം അടക്കമുള്ള തിരിച്ചടികൾ ഇസ്രായേലിനെ ആകെ ഉലച്ചിരിക്കുകയാണ്. ഇസ്രായേൽ കടുത്ത പ്രതിസന്ധിയിലാണ് എന്ന് കാണിച്ചാണ് അടിയന്തരാവസ്ഥ നീട്ടാൻ പ്രധാനമന്ത്രി നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ആവശ്യപ്പെട്ടത്. ഇതിനിടയിൽ മറ്റൊരു ഭൗമരാഷ്ട്രീയ മാറ്റം കൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇറാൻ യുദ്ധമുണ്ടാക്കിയ ചലനങ്ങളുടെ ഫലം. ഇറാൻ യുദ്ധവും ഇസ്രായേലിനും US-നും ഏറ്റ തിരിച്ചടിയും ഇറാൻ ഭരണകൂടത്തിൻ്റെ ഉരുക്കുകോട്ട പോലെ നിലകൊണ്ടുള്ള പ്രതിരോധവും ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇറാൻ അമേരിക്കയേക്കാൾ മേൽക്കൈ ഉണ്ടാക്കി കൊടുത്തു എന്ന വെളിപ്പെടുത്തലുമായി ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ SIS മുൻ മേധാവി രംഗത്തെത്തി. സർ അലക്സാണ്ടർ യങ്ങർ ഇറാന്റെ നീക്കങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തിയെന്നും ഇറാൻ കരുത്ത് അംഗീകരിക്കപ്പെട്ടു എന്നും പറഞ്ഞു. മാത്രമല്ല, ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്ര പരാജയങ്ങൾ ഇറാൻ മുതലെടുത്തതായി അദ്ദേഹം നിരീക്ഷിക്കുന്നു. 2014 മുതൽ 20 വരെ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ M16 തലവനായിരുന്നു അലക്സ് യങ്ങർ. അദ്ദേഹം ദി ഇക്കണോമിസ്റ്റിന് നൽകിയ അഭിമുഖത്തിലാണ് ഇങ്ങനെ നിരീക്ഷിച്ചത്. ഇറാന്റെ കരുത്തിനെ അമേരിക്ക കുറച്ച് കണ്ടു. 2 ആഴ്ച മുമ്പ് തന്നെ മേഖലയിലെ നിയന്ത്രണം അമേരിക്കക്ക് നഷ്ടമായി. സൈനിക ശേഷി വികേന്ദ്രീകരിച്ചും അധികാരം വിഭജിച്ചു നൽകിയും ഇറാൻ തങ്ങളുടെ കരുത്ത് ആർജിച്ച് മുന്നോട്ട് പോയി. ഇന്ധന വിപണിയെ സ്വാധീനിച്ച് സംഘർഷത്തെ ആഗോളവൽക്കരിക്കാൻ ഇറാന് കഴിഞ്ഞു. ഇത് അമേരിക്കയ്ക്ക് മേൽ നേരിട്ടുള്ള സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുന്നതിന് കാരണമായി. ഇറാന് നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. എന്നാൽ ട്രംപിന് ഇത് മറ്റൊരു വിഷയം മാത്രമാണ്. യുദ്ധത്തിൽ വിജയിക്കുക, അതുവഴി അധികാരം സ്ഥാപിക്കുക. അതിനപ്പുറത്തേക്ക് തിരിച്ചടി ഉണ്ടായാൽ ഉലച്ചിൽ തട്ടും എന്നുറപ്പായിരുന്നു. ഈ തിരിച്ചറിവ് ഇറാന് കൂടുതൽ ആത്മവിശ്വാസം നൽകിയെന്നും അലക്സ് വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ യുദ്ധം കൈകാര്യം ചെയ്ത രീതി മൂലം ഇറാന് മേൽക്കൈ ലഭിച്ചു എന്നുള്ള വിശകലനമാണ് ഉള്ളത്. അതേസമയം US-ന്റെയും ഇസ്രായേലിൻ്റെയും പരമാധികാര രാഷ്ട്രങ്ങൾക്ക് മേൽ കടന്നു കയറിയുള്ള ആക്രമണങ്ങൾ ലോകത്തെ ആകെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഇറാൻ പിടിച്ചെന്നതുപോലെ പിടിച്ചു നിൽക്കാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല എന്നതാണ് നിരീക്ഷണം. ഈ സാഹചര്യം കൂടി മനസ്സിലാക്കിയാവണം ബ്രിട്ടീഷ് പാർലമെന്ററി സമിതി ഒരാഹ്വാനം കൂടി നടത്തി. ഭാവിയിൽ രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖലയ്ക്ക് അടിയന്തര പ്രാധാന്യം നൽകിയില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി കെയ്ൻ സ്റ്റാമറോട് പാർലമെന്ററി സമിതി മുന്നറിയിപ്പ് നൽകി. എന്തായാലും ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലോകമാകെ ആഗ്രഹിക്കുന്നുണ്ട്. 2 യുദ്ധക്കുതിയന്മാരുടെ വിനോദത്തിന് ഇട്ടുകൊടുക്കേണ്ടതല്ല ലോക സമാധാനം. ഏത് മട്ടിലായാലും അത് അവസാനിപ്പിക്കുക തന്നെ വേണം. പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആരെയും ലോക പോലീസാകാൻ അനുവദിക്കാത്ത ഒരു ലോകക്രമം രൂപപ്പെട്ടു വരണം. രാജ്യങ്ങളുടെ പരമാധികാരം അംഗീകരിക്കപ്പെടണം. 2 യുദ്ധക്കുതിയന്മാരുടെ വിനോദത്തിൽ തകർന്നു പോകാതെ കരുത്ത് കാട്ടി നിന്ന ഇറാൻ ലോകത്തിനു മുന്നിൽ വലിയ സന്ദേശങ്ങളും വെക്കുന്നുണ്ട്. ഇനിയും സമാധാനം അകലെയല്ല. ഇറാൻ യുദ്ധം അവസാനിക്കും എന്ന് തന്നെ ലോകം പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.